എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഏതൊരു സൈനിക മേധാവിത്വത്തെയും വെല്ലുവിളിക്കാനും ആക്രമിക്കാനുമുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അതീവ പ്രധാനമായ സൈനിക താവളമായ ഡീഗോ ഗാർഷ്യ ദ്വീപിനെ ലക്ഷ്യമാക്കി ഇറാൻ ഇന്നലെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രണ്ട് രാഷ്ട്രങ്ങളായ അമേരിക്കയും ബ്രിട്ടനും ഉപയോഗിക്കുന്ന ഈ താവളത്തിന് നേരെയുള്ള ഭീഷണി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക പരത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന് കാരണം മിഡിൽ ഈസ്റ്റിന് പുറത്ത് 4000 കിലോമീറ്റർ ദൂരമുള്ള ഡീഗോ ഗാർഷ്യ ദ്വീപിൽ ആർക്കും ചെന്നെത്താനോ തൊടാനോ ആക്രമിക്കാനോ ഒന്നും കഴിയില്ല എന്ന പൂർണ്ണ വിശ്വാസത്തിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക ആസ്തിയിൽ നല്ലൊരു ശതമാനവും നിക്ഷേപിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഡീഗോ ഗാർഷ്യ ദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ തെക്കും ശ്രീലങ്കയുടെ തെക്കു പടിഞ്ഞാറുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ചാഗോസ് ദ്വീപസമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗാർഷ്യ ഇപ്പോഴും ബ്രിട്ടീഷ് കോളനിയാണ് എന്നും നിങ്ങൾ അറിയണം. ഇൻഡോ പസഫിക് മേഖലയിലെ അമേരിക്കയുടെ രണ്ട് നിർണായക US ബോംബർ താവളങ്ങളിൽ ഒന്നാണിത്. മറ്റൊന്ന് ഗുവാമിലെ ആൻഡേഴ്സൺ വ്യോമസേന താവളമാണ്. ബോംബർ വിമാനങ്ങൾ, ന്യൂക്ലിയർ അന്തർവാഹിനികൾ, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ മാത്രമല്ല US-ന്റെ ബഹിരാകാശ സേനയുടെ ട്രാക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചറും ഈ താവളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിമാനവാഹിനി കപ്പലുകളെ ഉൾക്കൊള്ളുന്നതിനായി ഈ ദ്വീപിലെ തുറമുഖം കൂടുതൽ ആഴത്തിലാക്കിയിട്ടുണ്ട് അമേരിക്ക. അതുപോലെ തന്നെ B-1, B-2, B-52 ബോംബറുകൾക്കായി 12,000 അടി റൺവേ ആണ് അമേരിക്ക ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഏകദേശം 1000 മീറ്റർ നീളമുള്ള കൂറ്റൻ യുദ്ധക്കപ്പലുകളിൽ ഒരു മുഴുവൻ മറൈൻ ബ്രിഗേഡിനും ആവശ്യമായ ആയുധങ്ങളും സാധനങ്ങളൊക്കെ അവർ നിറച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് നൂതന ആയുധങ്ങളും ദ്വീപിൽ അമേരിക്ക സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ B-2 ബോംബറുകൾ പുറപ്പെടുന്നത് എന്ന് നിങ്ങൾ അറിയണം. അമേരിക്കയുടെ ഏറ്റവും അഭിമാനമായ ഈ B-2 ബോംബറുകളെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവിടേക്ക് ഇറാൻ മിസൈലുകൾ അയച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഡീഗോ ഗാർഷ്യ ദ്വീപിനെ ഇറാൻ ആക്രമണ കേന്ദ്രമാക്കുകയും അവിടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളും സൈനികമായി വളരെ പിന്നോട്ട് പോകും എന്നുള്ള കാര്യവും നിങ്ങൾ അറിയേണ്ടതാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. 1990-91 ഇറാഖും അമേരിക്കയുമായി നടന്ന പേർഷ്യൻ ഗൾഫ് യുദ്ധകാലത്തും 2001 അഫ്ഗാനിസ്ഥാനിൽ US നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിലും 2003 ഇറാഖ് യുദ്ധത്തിൻ്റെ ഘട്ടത്തിലും ഡീഗോ ഗാർഷ്യയിൽ നിന്നാണ് അമേരിക്ക യുദ്ധത്തെ നയിച്ചിരുന്നത്. ഇവിടെ നിന്ന് വിമാനങ്ങൾ പറന്നു വരിക, ആക്രമണം കഴിഞ്ഞ് തിരിച്ച് വന്ന് വളരെ സേഫായി പോയി കിടന്നുറങ്ങുക, ഇതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് യാതൊരുവിധ പരിക്കും ഉണ്ടാവുന്നില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇറാൻ നോട്ടമിട്ടിട്ടുണ്ടെന്നോ ഇത്രയും ദൂരം എത്താൻ കഴിയുന്ന മിസൈൽ ഇറാന്റെ കയ്യിലുണ്ടെന്നോ അമേരിക്ക ഒരിക്കലും കരുതിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇറാൻ കേവലം 2 ദീർഘദൂര മിസൈലുകൾ മാത്രമേ അയച്ചിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം അവിടെ വരെ എത്തുന്നതിൽ പരാജയപ്പെട്ടു. കൂടാതെ മറ്റൊന്നിനെ ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് ഞങ്ങൾ തകർത്തു എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിലും അത് വിശ്വാസത്തിലെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. കാരണം ഇവിടെ തീരെ ആക്രമണ ഭീഷണി ഇല്ലാത്തതുകൊണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. യുദ്ധക്കപ്പലുകൾ വരെ നിശ്ചലമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അവിടേക്ക് അപ്രതീക്ഷിതമായി മിസൈലുകൾ എത്തുമ്പോൾ ഇവർക്ക് ഒരു കാരണവശാലും അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ അതിനെ പ്രതിരോധിക്കുക എന്നാണ് ചില യുദ്ധകാര്യ വിദഗ്ധർ ചോദിക്കുന്നത്. തന്നെയുമല്ല, വേറൊരു പ്രശ്നമുണ്ട്. ഇറാൻ 12 മിസൈലുകളാണ് അയച്ച് എന്നൊരു വാദവുമുണ്ട്. അതിൽ ചിലത് ബ്രിട്ടന്റെ സൈനിക താവളത്തിൽ പതിച്ചത് കൊണ്ടാണ് ഇറാനെ ആക്രമിക്കാൻ ബ്രിട്ടൻ അമേരിക്കയ്ക്ക് അനുമതി നൽകിയത് എന്നും പറയപ്പെടുന്നു. ബാക്കി മിസൈൽ എവിടെ വീണു എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നുമില്ല. ബ്രിട്ടനും അമേരിക്കയ്ക്കൊപ്പം യുദ്ധത്തിൽ ചേരുന്നു എന്നതിൽ സന്തോഷിക്കുന്നവരുണ്ടാകും. എന്നാൽ ഈ അവസരത്തിൽ ബ്രിട്ടന് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പിനും വളരെ പ്രാധാന്യമുണ്ട് എന്നറിയുക. ഇറാനെതിരായ ഇസ്രായേൽ അമേരിക്കൻ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ജനതയുടെ ഭൂരിപക്ഷവും യാതൊരു പങ്കും ആഗ്രഹിക്കുന്നില്ല. സ്വന്തം ജനങ്ങളുടെ താല്പര്യത്തെ അവഗണിച്ചുകൊണ്ട് ഇറാനെതിരായ ആക്രമണത്തിന് UK താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ചുകൊണ്ട് UKയുടെ പ്രധാനമന്ത്രിയായ സ്റ്റാർമർ ബ്രിട്ടീഷ് ജീവനെ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഇറാൻ തീർച്ചയായും പ്രതിരോധത്തിനുള്ള അവകാശം വിനിയോഗിക്കും എന്നാണ് ഇറാനെ ആക്രമിക്കാൻ ഡീഗോ ഗാർഷ്യയിലെ ബ്രിട്ടീഷ് താവളം അനുവദിച്ചതിനെക്കുറിച്ച് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അരക്ചി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ സ്റ്റാർമറെ ഉപദേശിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും യുദ്ധത്തിൽ പങ്കെടുക്കരുത്, ഞങ്ങൾ നിങ്ങളെ വിടില്ല എന്നാണ് താക്കീത് ചെയ്യുന്നത്. ബ്രിട്ടനെ സംബന്ധിച്ച് അവർ ഇതുവരെ യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേരാതെ മാറി നിൽക്കുകയായിരുന്നു. അത് ബ്രിട്ടനിലെ ജനങ്ങളുടെ എതിർപ്പ് കൊണ്ടാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ ബ്രിട്ടൻ പങ്കുചേർന്നാൽ അത് പ്രധാനമന്ത്രി സ്റ്റാർമറുടെ അധികാര നഷ്ടത്തിലേക്കാവും ചെന്ന് കലാശിക്കുക. അതിലുപരി ഡീഗോ ഗാർഷ്യ ദ്വീപിലുള്ള ഏതൊരു ചെറിയൊരു ആക്രമണം പോലും അമേരിക്കയ്ക്ക് മാത്രമല്ല
ബ്രിട്ടനും വൻ സാമ്പത്തിക നഷ്ടമാകും ഉണ്ടാക്കുക. എന്നാൽ ഈ ദ്വീപ് എന്നത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും അഭിമാന സൈനിക കേന്ദ്രമാണ്. ഇവിടെ ഇറാൻ ആക്രമിക്കുക എന്നത് ഈ രാജ്യങ്ങളിൽ ചെന്ന് നേരിട്ട് ആക്രമിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇറാനെ തിരിച്ചടിക്കാതിരിക്കാനും ഇവർക്ക് കഴിയില്ല. ഇതിൽ അമേരിക്ക ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. തങ്ങളുടെ മിസൈൽ പരിധി 2000 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി കഴിഞ്ഞ മാസം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിലൂടെ ആയുധങ്ങളുടെ കാര്യത്തിൽ ഇറാനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ആണവശേഷി നേടിയിട്ടുണ്ട് എന്ന് നെതന്യാഹു ഉൾപ്പെടെ വിശ്വസിക്കുന്നതും അത് തകർക്കാൻ ശ്രമിക്കുന്നതും. അതായത് ഇറാൻ്റെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും അതിൻ്റെ കണക്കും അതിൻ്റെ പവറും എല്ലാം അമേരിക്കയെ കേൾപ്പിക്കണമെന്നർത്ഥം. അത് കാണിച്ചില്ലെങ്കിൽ അവർ വളരെ മോശക്കാരാകും. അതാണ് ട്രംപ് പറയുന്നത്. അവരെ ആയുധങ്ങളുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. അവരുടെ ഏതൊക്കെ പവറുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അവർ ചെയ്യുന്നത് തെറ്റല്ലേ എന്നാണ് അമേരിക്ക ചോദിക്കുന്നത്. ഇറാൻ്റെ സൈനിക രഹസ്യങ്ങളും അണ്ടർഗ്രൗണ്ട് ആയുധ സിറ്റിയുമൊക്കെ ഇറാൻ തന്നെ പുറത്തുവിട്ട കാര്യങ്ങളെ ഇന്നും ലോകത്തിന് അറിവുള്ളൂ എന്ന കാര്യം നമ്മൾ അറിയണം. മിസൈലുള്ള ചിത്രങ്ങൾ പോലും ഇറാൻ പുറത്തുവിട്ടത് മാത്രമാണ് ഇന്ന് പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ ഇന്ന് വൻ ശക്തിയാണെന്ന് ട്രംപിനും അമേരിക്കയുടെ സൈനിക നേതൃത്വത്തിനുമൊക്കെ നന്നായിട്ടറിയാം. ഇക്കാര്യം അമേരിക്ക സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയുടെ സംരക്ഷണവും ആശ്രയത്വവും തേടുന്നതിൽ നിന്ന് പിന്നോക്കം പോകും എന്ന ഭയം അമേരിക്കയ്ക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇറാൻ വൻ ശക്തിയല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ്റെ ആയുധങ്ങൾ തീർന്നു, ഇനി ഇറാന് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ട്രംപും നെതന്യാഹുവും ഒക്കെ ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ വ്യക്തമായ തെളിവുകളൊന്നും നിരത്തിയിട്ടല്ല പറയുന്നത്, ചുമ്മാ അങ്ങ് പറയാണ്. ഇറാൻ ഇനി ഒരാഴ്ചയോടെ യുദ്ധം ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ, ആയുധങ്ങളെല്ലാം ഞങ്ങൾ അടിച്ചു തീർത്തിരിക്കുകയാണ്, ഇനി ഇറാനിൽ ആരുമില്ല ബാക്കി, അവരുടെ സൈനിക നേതൃത്വത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും എല്ലാം കൊന്നൊടുക്കി. അതുകൊണ്ടെന്ന് കാര്യം ഇതെല്ലാം കൊന്നാൽ അടുത്തയാൾ അപ്പം തന്നെ കയറുകയാണ്. യുദ്ധത്തിന് യാതൊരുവിധ കുറവുമില്ല, ആക്രമണത്തിൻ്റെ തോത് വർദ്ധിച്ചിരിക്കുകയാണ്. അമേരിക്ക പറയുന്നത് ഇറാനിൽ ഇപ്പോൾ യുദ്ധം നിയന്ത്രിക്കാൻ പോലും ആളില്ല എന്നാണ്. അതൊക്കെ വെറുതെ അവരുടെ സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ്, ആരും വിശ്വസിക്കേണ്ടതില്ല. എന്നാൽ വേണ്ടി വന്നാൽ അമേരിക്കൻ തലസ്ഥാനമായ വാഷിങ്ടണിൽ വരെ ഇറാനിയൻ മിസൈൽ എത്തുമെന്ന് ഇറാൻ്റെ സൈനിക മേധാവികൾ ഇടയ്ക്കിടെ പറയുന്നത് അമേരിക്ക കാര്യമായി എടുക്കാത്തത് ഇറാനിയൻ ആയുധങ്ങളുടെ ആക്രമണ പരിധിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് ധാരണയില്ലാത്തത് കൊണ്ടാണെന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പം തന്നെ 4000 കിലോമീറ്റർ ദൂരമുള്ള ഡീഗോഗാർഷിലെത്തിയ ഇറാനിയൻ മിസൈലുകളുടെ യഥാർത്ഥ ദൂരപരിധി എന്നത് 5500 കിലോമീറ്റർ ആണെന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിയും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അവർ പറയുന്നുണ്ട്. അതിനർത്ഥം അതിലും ദൂരപരിധിയുള്ള മിസൈലുകൾ ആവശ്യത്തിലധികം ഞങ്ങളുടെ ശേഖരത്തിലുണ്ട് എന്ന സൂചനയാണ് ഇറാൻ ഇപ്പോൾ ലോകത്തിന് നൽകുന്നത്. കളിക്കാൻ നിൽക്കരുത് എന്നവർ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇറാന് മേൽ അമേരിക്കൻ ആക്രമണം വർദ്ധിച്ച് യുദ്ധം നീളുകയാണെങ്കിൽ ഡീഗോഗാക്ഷ ദ്വീപിലേക്ക് 100 കണക്കിന് മിസൈലുകൾ ഉപയോഗിച്ച് ഇനിയും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്ന ഭയം അമേരിക്കയുടെ ഉള്ളിൽ നിറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഈ ദ്വീപിലെ അമേരിക്കൻ സൈനിക ആസ്തികൾ ചിന്നിച്ചിതറി മറ്റ് സ്ഥലങ്ങളിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ശ്രമകരമായ ജോലിയാണെന്ന് ഓർക്കണം. കാരണം ഡീഗോഗാർഷ്യയിലെ പോലെ വിമാനങ്ങൾ ഒരിടത്ത് മാത്രം കേന്ദ്രീകരിച്ച് സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അത് സംരക്ഷിക്കുന്നതിൽ പ്രധാന സ്ഥലമായ ഖത്തറിലെ ഉബൈദ് സൈനിക താവളം ഇറാൻ ആക്രമിക്കുന്നതിനാൽ അവിടെ കൊണ്ട് ഈ വിമാനങ്ങളൊന്നും സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. പിന്നെയുള്ളത് പസഫിക് സമുദ്രത്തിലെ ആൻഡേഴ്സൺ എയർബേസ് ആണ്. അത് ഇറാനിൽ നിന്നും 10000 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഇത്രയും ദൂരം ഈ വിമാനങ്ങളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇറാനെ ഒന്നും പെട്ടെന്ന് ഒന്ന് ആക്രമിച്ചിട്ട് ഇവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് അതൊക്കെ റിസ്ക്കുള്ള കേസാണ്. പിന്നെ മറ്റുള്ളവ ആൻഡമാനിലെ ഇന്ത്യൻ താവളങ്ങളും ഓസ്ട്രേലിയയിലുള്ളതുമാണ്. ഈ 2 സ്ഥലങ്ങളിലും ഉള്ളത് അമേരിക്കൻ താവളങ്ങളല്ല, പകരം താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു താവളം എന്ന് മാത്രമേ കരുതാൻ കഴിയുള്ളൂ. ഇനി യുദ്ധക്കപ്പലുകളെ സംബന്ധിച്ചാണെങ്കിൽ സിംഗപ്പൂർ, അതല്ലെങ്കിൽ ജിബൂട്ടി, അതുമല്ലെങ്കിൽ ബ്രിട്ടൻ, അതല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെയെല്ലാം യുദ്ധക്കപ്പലുകൾ കൊണ്ടിടാനൊന്നും അമേരിക്കയ്ക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ ആയുധശേഖരം ചിന്നിച്ചിതറിപ്പോകുമെന്ന് പറയേണ്ടി വരുന്നത്. ഡീഗോഗാർഷ്യ ദ്വീപ് എല്ലാം കൊണ്ട് ഇണങ്ങിയ ഒരു സ്ഥലമാണ്. ആരുടെയും കണ്ണെത്തില്ല കയ്യെത്തില്ല എന്നൊക്കെയാണ് അമേരിക്ക വിചാരിച്ചിരുന്നത്. എന്നാൽ അവിടേക്ക് ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുകയാണ്, ഇറാനിയൻ മിസൈലുകൾ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഡീഗോഗാർഷ്യ ആക്രമണത്തിലൂടെ ഇറാൻ നേടിയിരിക്കുന്നത് ഒരു നിർണായക വിജയമാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കയെ ഓടിക്കാൻ സൈനിക തലസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഡീഗോഗാർഷ്യയെ ആക്രമിച്ചാൽ മതിയെന്ന ഇറാൻ്റെ ബോധ്യമാണ് അവരെ ഇപ്പോൾ ഈ ആക്രമണത്തിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇതിലൂടെ ഇറാൻ്റെ യുദ്ധ നിലപാടുകൾ മാറുകയാണ് എന്നറിയണം. അവർ പുതിയ യുദ്ധതന്ത്രങ്ങളും കൂടുതൽ ശക്തവും ദൂരപരിധിയുമുള്ള ആയുധങ്ങൾ പുറത്തെടുക്കുകയാണ്. ഇറാൻ്റെ നദാൻസ് ആണവ കേന്ദ്രത്തെ ആക്രമിക്കുന്ന ഘട്ടത്തിലാണ് ഇറാൻ ഡീഗോഗാർഷ്യ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ച് തുടങ്ങിയിട്ടുള്ളത്. ഇറാൻ്റെ നദാൻസ് ആണവ കേന്ദ്രത്തെ ആക്രമിക്കുന്ന അമേരിക്കയോട് ഇന്നലെ രാത്രി ഇസ്രായേലിൻ്റെ
ഡിമോണ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ പറയുന്നത്, ഇസ്രയേലിന്റെ ഡിമോണയിലെ ഈ ആണവ കേന്ദ്രത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ്. അതിനർത്ഥം നെതർലൻഡ്സിലെ ഞങ്ങളുടെ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്രയേലിലെ ഈ ആണവ കേന്ദ്രത്തെയും തകർക്കും എന്നാണ്. ഇന്നലത്തെ ആക്രമണത്തിൽ ഈ ഇസ്രയേലിലെ ആണവ കേന്ദ്രത്തിൽ റേഡിയേഷനിൽ കാര്യമായ മാറ്റമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ ഇപ്പോൾ സുരക്ഷിതമല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. നിലവിൽ യുദ്ധ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇസ്രയേലിലെ ഡിമോണ ആണവ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് നെതന്യാഹു പറയുന്നത്. അതിലൂടെ യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ വളരാനാണ് സാധ്യത. ഇറാൻ ഒരു കാരണവശാലും പിന്തിരിയാൻ സാധ്യതയില്ല, മറ്റു രാജ്യങ്ങളും പിന്തിരിയല. അതുകൊണ്ട് തന്നെ യുദ്ധം വളരുകയാണ്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.